Let's turn our attention to John's Gospel, chapter 13, verses 31 to 35. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31 തൊട്ട് 37 വരെ 38 ഉള്ളത്. Actually, up to 38. I'm going to read very quickly. So when he had gone out, he means Judas, Jesus said, "Now the Son of Man is glorified, and God is glorified in him." Verse 33. Little children, I shall be with you a little while longer. You will seek me. And as I said to the Jews, where I am going, you cannot come. So now I say to you, a new commandment I give it to you, that you love one another as I have loved you, that you also love one another. Thank you, Father. Yes. 31-ാം വാക്യം തൊട്ട് ഇങ്ങനെ വായിച്ച് തുടങ്ങുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൊന്നു മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. 34. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. Amen. Praise God. We're going to trust in the Lord to speak to us few things from these verses. ആമേൻ. ദൈവസന്നിധിയിൽ ശരണം പ്രാപിച്ച ചില ദൂതുകൾ ഇതിനകത്തുനിന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There are three main themes in these verses, and the first one, Jesus saying, I am not going to be longer with you. മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ കൂടി കാണിക്കുന്നത്. ഒന്നാമത്തത് പറഞ്ഞ, ഞാൻ നിങ്ങളോട് അധികം നാൾ ഇനി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകില്ല. I am going to leave and you cannot come with me where I am going. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് ഒന്നാമതായി പറയുന്നു. And then in between he added a statement, just as I mentioned to the Jewish people. ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ എന്നാണ് അവിടെ പറയുന്നത്. So what did he say to the Jewish people? എന്നാൽ യഹൂദന്മാരോട് എന്താണ് എന്ന് പറഞ്ഞതെന്ന് നോക്കാം. So there are previously at least 2 times he said something to the Jewish people, Jewish religious people. പുറമേയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ രണ്ട് തരത്തിൽ അവൻ അത് യഹൂദന്മാരോട് പറഞ്ഞതായി കാണുന്നു. Chapter 8 verse we read verse 21 onwards. 8-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നു വരുമ്പോൾ, Then Jesus said to them again, I am going away and you will seek me and you will die in your sin. Where I go, you cannot come. ആമേൻ. 21-ാം വാക്യം, അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. So that is very specific to this people, the religious people. They think they know the law and everything, and Jesus is saying that I am going somewhere, but you cannot come there because you are going to die in your sins. ന്യായപ്രമാണത്തെ നന്നായി തിരിച്ചറിയുന്ന മതപുരോഹിതന്മാരോട് യേശുക്രിസ്തു യഹൂദന്മാരോട് അവരോട് പറയുന്നത്, ഞാൻ ഒരിടത്തേക്ക് പോകുന്നു, അവിടേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല. The reasons he give, because you are from beneath. That's what he is using the term. നിങ്ങൾ ഈ ജഡത്തിലുള്ളവരെന്നാണ് അവിടുത്തെ കാരണങ്ങൾ പറയുന്നത്. You are of this world and you are beneath. You cannot come to where I am going. നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരെന്ന് അവിടുന്ന് പറയുന്നു. And you will die in your sin and I am going to heaven. You cannot come there. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരണപ്പെടും, എന്നാൽ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകും, നിങ്ങൾക്ക് അവിടേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. John chapter 7:33 we read the same thing. 7-ാം അധ്യായം 33-ലേക്ക് കടന്നു വരുമ്പോൾ, I shall be with you a little while longer, then I will go to him who sent me. ഞാൻ കുറച്ചു നേരത്തെ നിങ്ങളോട് കൂടി ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നു. So
from this thing, it is very clear that Jesus came from heaven with a Father sending him, and he is going over there, and you cannot come. ഇതിൽ കൂടി പറയുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവ് ഉയരത്തിൽ നിന്ന് ഇവിടേക്ക് അയച്ചു, വീണ്ടും അവിടേക്ക് കടന്നു പോകുന്നു, നിങ്ങൾക്ക് അവിടേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. And in chapter 8 we read the same thing. He said, you will die in your sin because you are sinners. You are not ready to be repented, or you are not ready to repent, so you cannot come with me. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിൽ അകപ്പെട്ടവരായ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ, മാനസാന്തരപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം കടന്നു വരാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. So it's very interesting if you kind of look at the previous chapters. Jesus is addressing about the people about eternal life. അവൻ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങളാണ് മുമ്പിലുള്ള കാര്യങ്ങൾ അധ്യായത്തിൽ പറയുന്നത്. Chapter 8, you remember that they brought actually even in chapter 7, he was talking to people who came for the festival and said, you are all, very thirsty, you don't have the life in you, but I can give the life in abundance, come to me. 7-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ദാഹിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നിലേക്ക് നോക്കുവിൻ, ഞാൻ ജീവന്റെ ഉറവിട വെള്ളം തരാമെന്ന് അവിടുന്ന് വിളിച്ചു പറയുന്നു. Chapter 8, when we see that they brought a lady with prostitution, and then really said, we got to stone her and kill her, but Jesus forgave her sin and gave her life. 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വ്യഭിചാരത്തിൽ പിടിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിക്കുന്ന ജനത്തിന് മുമ്പിൽ അവളുടെ പാപത്തെ ക്ഷമിച്ച് അവളെ പറഞ്ഞയക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപം നാം കാണുന്നു. After that incident, Jesus said, I am the light and I am the life, and if you accept me, you will have eternal life. ആമേൻ. 8-ാം അധ്യായത്തിന്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ജീവനാകുന്നു, എന്നിൽ കടന്നു വരാൻ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറയുന്നു. 7 times in this chapter Jesus said, I came from heaven. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നു 7 പ്രാവശ്യം ആ ചാപ്റ്ററിൽ കടന്നു പറയുന്നുണ്ട്. But they didn't accept him. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് പോലും അതിനെ സ്വീകരിപ്പാൻ തയ്യാറാത്തൊരു കൂട്ടം. So they didn't want to accept him. അവർക്കത് സ്വീകരിക്കേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. So Jesus looked at them and pointedly and said, you will die in your sin and you cannot come where I am ആ going. കൂട്ടം കൂടി നിൽക്കുന്ന ജനത്തെ ഉറ്റുനോക്കിക്കൊണ്ടാ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, എന്നോടൊപ്പം പോരുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. But when you come to chapter 33, എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ chapter 13 verse 33, 13-ന്റെ 33-ലേക്ക് ഉറ്റുനോക്കുമ്പോൾ I said, my little children. ഓ കുഞ്ഞുങ്ങളെ. There is the phrase is very different there. ഓ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഫ്രേസായ ഒരു വാക്ക്. He's talking like a father with the care and tremendous love. He's saying, little children. This is the first time Jesus called the disciples little children. ഒരപ്പൻ തന്റെ മക്കളെ ആശ്ലേഷിക്കുന്ന പോലെ, സ്നേഹത്തോടെ പരിപാലിക്കുന്നത് പോലെ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ എന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. And then he said, where I am going, you cannot come. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല എന്ന് അവരോട് പറയുന്നു. That's not talking about the previous thing. അത് യഹൂദന്മാരോട് പറഞ്ഞതുപോലെയുള്ള ഒരു വാക്കല്ല ഇവിടെ പറഞ്ഞത്. He told the unrepented Jewish people, you will die in your sin. You cannot come where I am going. യഹൂദന്മാരായവരെ, നിങ്ങൾ മാനസാന്തരപ്പെടാത്തവരെ നിങ്ങൾ ഞാൻ പോകുന്ന ഇടത്തേക്ക് വരത്തില്ല എന്ന് യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ, But he said, little children, you cannot come where I am going now. എന്നാൽ തന്നെ ശിഷ്യരെ ഗണത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, കുഞ്ഞുങ്ങളെ ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരുവാൻ കഴിയത്തില്ല. So this really confused them. ഓ ഇത് കേൾക്കുമ്പോൾ ഒരു സംശയത്തിന്റെ നിഴൽ നിങ്ങളിൽ വരുന്നില്ലേ? Because they were called by him to follow him. തന്നെ പിന്തുടരുവാൻ തക്കണവരെ വിളിച്ച് വേർതിരിച്ചതല്ലേ? They left everything they had. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചതല്ലേ? They left their family and profession. അവരുടെ കുടുംബത്തെയും തൊഴിലിനെയും ഉപേക്ഷിച്ചല്ല വിട്ടിറങ്ങിയത്. And they followed him for 3.5 years. 3.5 വർഷക്കാലം ക്രിസ്തുവിനെ പിന്തുടർന്ന് നടന്ന ശിക്ഷകണമല്ലേ? Now he is saying, you cannot come with me where I am ഈ going. നിമിഷത്തിൽ പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ലല്ലോ. Everybody is puzzled. ഓ എല്ലാവരും കുഴങ്ങിയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. But I love my real good disciple Peter. He asked, Lord, where are you going? എന്നാൽ വളരെ സ്നേഹത്തോടെ തന്നെ പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, എവിടെയാണ് കർത്താവേ അങ്ങ് പോകുന്നത്? Where are you going that I cannot come? ഓ അങ്ങ് പോകുന്നിടത്ത് എനിക്ക് വരാൻ കഴിയാത്ത ഇടം എവിടെയാണ്? എവിടേക്കാണ് അങ്ങ് പോകുന്നത്? Jesus answered him, said, ഇങ്ങനെയാണ് മറുപടി പത്രോസിനോട് പറയുന്നത്. verse 36, Jesus said, where I am going, you cannot follow me now. ഞാൻ എവിടേക്ക് പോകുന്നു അവിടേക്ക് നിനക്ക് വരുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. Okay, there is something hidden over there that you need to follow with me. എന്നെ
വ്യക്തമായി ഒന്ന് ശ്രദ്ധിക്കണമേ. So here in English, when you read it, it is difficult to understand. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഒരു പക്ഷെ മനസ്സിലാക്കാൻ ചില പ്രയാസമായി Because the pronoun you is used singularly and plurally the same way. പലപ്പോഴും യു എന്ന വാക്ക് ഏകവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാറുണ്ട്. The previously when he said കുഞ്ഞുങ്ങളെ, മലയാളത്തിൽ വളരെ ക്ലിയറാണ്, നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ കഴിയത്തില്ല. Amen. Children, you cannot, right? കുഞ്ഞുങ്ങളെ എന്നുള്ള പദപ്രയോഗത്തിൽ തുടങ്ങിയ 33-ാം വാക്യം 36 we see 36-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ നിനക്ക് ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ വരാൻ കഴിയത്തില്ല. You see the phrase? Amen. Here now addressing to Peter. ഇവിടെ പത്രോസിനോട് നേരിട്ട് പറയുന്ന ഒരു അവസ്ഥ. Because Jesus is taking a path now where nobody can go. ഈ അവസരത്തിൽ യേശുക്രിസ്തു എടുക്കുന്ന ഒരു പാത, അത് അവിടേക്ക് അതിനകത്തേക്ക് കടക്കുവാൻ ആർക്കും കഴിയത്തില്ല. He is talking about he is going to the cross where nobody can come. ആർക്കും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത ഒരു ക്രൂശിന്റെ അനുഭവമാണ് തന്റെ ജീവിതത്തിലേക്ക് എടുക്കുന്നു എന്ന് But the loving Peter, when he asked him, he said, you cannot follow me now. There is a phrase there. You cannot follow me now, but you will do later. നിനക്ക് ഇപ്പോൾ എന്നെ പിന്തുടരുവാൻ കഴിയത്തില്ല എന്ന മറുപടി യേശുക്രിസ്തു മറുപടിയായി ആ സ്നേഹനിധിയായ പത്രോസിനോട് പറയുക. Biblical history says that he is the only one was crucified afterwards among all the disciples. ചരിത്രം നോക്കുമ്പോൾ ആ ശിഷ്യഗണത്തിൽ ഒരുവൻ മാത്രമാണ് ക്രൂശിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയത്. Jesus was telling Peter, you have a song, because he said, I want to die even with you, Lord. Jesus knew the heart of Peter. Jesus knew what will happen. He said, you cannot follow now, but you will follow me later. പത്രോസ് അപ്പോസ്തലന്റെ ഉള്ളം തിരിച്ചറിഞ്ഞുകൊണ്ട്, അവന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പറയുന്നു, ഇപ്പോൾ നിനക്ക് എന്നെ പിന്തുടരുവാൻ അനുഗമിക്കാൻ കഴിയത്തില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. Okay, I will connect to this later, but avoid the confusion. To the Jewish people, he said, you cannot follow me because you're going to die in your sin, because you are unrepentant, you are unforgiven, you are condemned. But to the children, he said, I am going to the cross, you cannot come over there. But Peter has an exemption, because I know what will happen. അനുസരിക്കാത്ത മാനസാന്തരപ്പെടാത്ത യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പാപത്തിൽ മരിക്കും, നിങ്ങൾക്ക് എന്നെ അനുഗമിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ശിഷ്യഗണത്തെ നോക്കി, കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്ക് കഴിയത്തില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ എന്നെ അനുഗമിക്കുമെന്ന് യേശുക്രിസ്തു അവരോട് പറയുന്നു. Okay, now let's move on to the second theme. അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. So when Judas left the place, Jesus said, now the Son of Man is glorified. യൂദാവിനെ വിട്ടുപോയപ്പോൾ അടുത്തതായി പറയുന്നു, തന്റെ മനുഷ്യപുത്രൻ മഹത്വീകരിക്കുന്ന സമയമായി. Judas left it to alert the authorities, and the betrayal process is in full motion, and everything else is planned. Now Jesus knows that within hours or within a few moments that he is moving into the path of crucifixion. യൂദാ തന്നെ ഒറ്റുകൊടുക്കാൻ സമയമായി, അതിനകത്തേക്ക് ആ ചതിയുടെയും മറ്റുള്ള നിമിഷങ്ങളെല്ലാം വരുവാനുള്ള സമയമായപ്പോൾ അവിടേക്കാണ് യേശുക്രിസ്തു അവരെ കൊണ്ടുപോകുന്നത്. Jesus knew that he will be dragged into the courts of the religion, and there will be fake trials, and there will be beating, there will be torture, everything that he knew what is in front of him. യേശുക്രിസ്തുവിന്റെ മുമ്പാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുന്നത്, തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പീഡനങ്ങളുണ്ട്, അടികളുണ്ട്, കിരീടങ്ങളുണ്ട്, ഇതെല്ലാം ഇനി മുന്നാടി ഉണ്ടോ എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു. Jesus knows that they are going to take him upon the cross and crucify him. തന്നെ ആ ക്രൂശിലേക്ക് കൊണ്ടുപോയി അവിടെ ക്രൂശിക്കാൻ പോകുന്നു എന്ന് യേശുക്രിസ്തു തിരിച്ചറിയുന്നു. But Jesus is not saying here that children, I am going to die. That's not what he is saying. ഞാൻ മരിക്കാൻ പോകുന്നു എന്നല്ല യേശുക്രിസ്തു ഇവിടെ അവരോട് പറയുന്നത്. He is not saying that I am going to be tortured, I am going to be going through all this suffering. He is not saying any of those ഞാൻ things. പീഡനത്തിൽ കൂടി കടന്നു പോകുകയാണ്, കഷ്ടതകളിൽ കൂടി കടന്നു പോകാൻ പോകുന്നു എന്നല്ല ക്രിസ്തു അവരോട് പറയുന്നത്. He said the Son of Man is going to be glorified. മനുഷ്യപുത്രൻ ഈ നിമിഷം തൊട്ട് മഹത്വീകരിക്കപ്പെടാൻ പോകുന്നു എന്നാണ് അവരോട് മറുപടിയായി പറയുന്നത്. I mean, that's where this morning I want to take your attention to. ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ
യഥാർത്ഥമായ ശ്രദ്ധയെ അവിടേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. John chapter 17, when Jesus was praying, യേശുക്രിസ്തു 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന സംഭവത്തിലേക്ക് കടന്നു he വരുമ്പോൾ said, I have glorified you on earth, my Father. ഓ പിതാവേ, ഞാൻ അങ്ങയെ ഈ ഭൂമിയിൽ മഹത്വീകരിച്ചിരിക്കുന്നു. How did he glorify the Father? എങ്ങനെയാണ് പിതാവിന്റെ നാമത്തെ By മഹത്വീകരിച്ചത്? completing the work that you have given to me. അങ്ങ് എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ജോലി, ആ പ്രവൃത്തി തികച്ചു കണ്ടാണ്. And on the cross he said, it is finished, the work is finished. ആ പ്രവൃത്തി നിവർത്തീകരിച്ചിരിക്കുന്നു എന്ന് ആ ക്രൂശിൽ കിടന്ന് So പറഞ്ഞു. there was a specific task Jesus was given and he was assigned on the earth for that. ആമേൻ. യേശുക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന യഥാർത്ഥമായ ആ ലക്ഷ്യം അത് ഈ ഭൂമി നിറവേറ്റിയിരിക്കുന്നു എന്നതിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. And that task was to kind of become a sacrifice for the humankind. ആമേൻ. ഈ മാനുഷിക കുലത്തിന് വേണ്ടി ഒരു യാഗമായിട്ടാണ് അത് കാണുന്നത്. And that task was the ultimately to be on the cross and be crucified. ആ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യം അത് ആ ക്രൂശിലെ അന്ത്യത്തോളമാണ് നടന്നത്. And Jesus said that Jesus called that I am going to be glorified. അവിടെ നിന്നാണ് പറഞ്ഞത് ഞാൻ മഹത്വീകരിക്കപ്പെടുവാൻ പോവുകയാണ്. I want you to understand this glory a little bit more. എന്താണ് മഹത്വീകരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് Because we use this word back and forth and then sometimes we don't see the gravity of it. എന്താണ് അതിന്റെ ആഴമെന്ന് പലപ്പോഴും നമുക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. Romans chapter 3 verse 23 we read. റോമർക്കെഴുതിയ ലേഖനം 3:21 കടന്നു വരുമ്പോൾ 23 we read, everyone has sinned and fall short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. Psalms 8 verse 5 we read like this. സങ്കീർത്തനം 8:5 ഇങ്ങനെ വായിക്കുന്നു. Amen. You created us a little lower than God and crowned us with the glory and honor. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. So what is the word glory there means? എന്താണ് അവിടെ തേജസ് ഗ്ലോറി എന്ന് മഹത്വം കൊണ്ട് അറിയുന്നത്? We can substitute over there that you've given him the honor, the reputation, the excellence, all of that things we can put in the word for glory. അവിടെ നമുക്ക് തേജസ്, ബഹുമാനം, റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഗ്ലോറിയെ കാണിക്കാം. But when we come to the book of Exodus, എന്നാൽ പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ we hear the glory couple of times over there. നമ്മൾ അവിടെ ദൈവത്തിന്റെ മഹത്വം തേജസ് ഇറങ്ങുന്നതായി കാണുന്നുണ്ട്. Chapter 19 and verse 20. 19-20 അധ്യായത്തിലേക്ക് I'm കടന്നു not വരും. going to take you time to read, but there God was coming on the mountain of Sinai. ആ സീനായി മലയിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നു നാം കാണുന്നു. Yes, the glory came there. ഓ ദൈവത്തിന്റെ തേജസ് അവിടേക്ക് The ഇറങ്ങുന്നു. mountain filled with the smoke മല തേജസ് കൊണ്ട് നിറയുന്നു. and filled with the cloud and the serenity over there with the presence of God. Even the mountain began to shake and the trumpet sound and all of this magnificence. The people were so fearful. മലകൾ കുലുകുമാർ, അവിടെ ആയിരിക്കുന്ന ജനങ്ങൾ പോലും അതിന്റെ ശബ്ദം കേട്ട് കുലുകുമാർ ദൈവത്തിന്റെ തേജസ് മലമുകളിലേക്ക് ഇറങ്ങുന്നു. You see, that glory is different from the glory that I mentioned before. അവിടുത്തെ കണ്ടിരിക്കുന്ന തേജസ് ഇവിടുത്തെ കണ്ടിരിക്കുന്ന തേജസ്സുള്ള വ്യത്യാസമാണ് വിളിച്ചു പറയുന്നത്. In the completion of Solomon's temple, the glory filled the place and the ministers couldn't even minister. ശലോമോന്റെ ആ മണ്ഡപത്തിലേക്ക് ആലയത്തിന്റെ അകത്തേക്ക് ദൈവ തേജസ് ഇറങ്ങിയപ്പോൾ ഇവിടെ ആയിരിക്കുന്നവർക്ക് ദൈവ ശുശ്രൂഷ തികയ്ക്കുവാൻ കഴിയാത്ത വിധമായി അവർ മാറിയിരുന്നു. So that is not the type of glory that David is talking about, that you created me with a little lower than God and crowned me glory and honor. That's a different glory. അവിടെ കാണുന്ന തേജസ്സും ഇവിടെ കാണുന്ന ദാവീദ് പറയുന്ന തേജസ്സും തമ്മിൽ രണ്ട് തേജസ്സും ബഹുമാനം അണിയിച്ചിരിക്കുക രണ്ടായിട്ട് കാണുന്നുണ്ട്. I mean, there is the glory of God as a different manifestation. ആമേൻ. അവിടെ ദൈവത്തിന്റെ തേജസ് മറ്റൊരു തീരത്തിലാണ് പ്രകടിപ്പിച്ചുകൊണ്ട് So പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. when we talk about here, Jesus say, I'm glorified. ഞാൻ മഹത്വപ്പെടുത്തി, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തി എന്ന് യേശുക്രിസ്തു Amen. പറയുമ്പോൾ, When Father glorify me, ആമേൻ, പിതാവ് എന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയുമ്പോൾ, Amen, what type of glory are we talking about? എന്ത് തരത്തിലുള്ള ഒരു മഹത്വീകരണമാണ് ഇവിടെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? An incorporation of all of this, the reputation, the honor, but at the same time the divinity, the splendidness, the pomposity. I mean, I don't know even how to describe. All of that was in Jesus. ആമേൻ. എനിക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ലെങ്കിലും അവിടുത്തെ തേജസ്സും ബഹുമാനവും ദൈവത്തിന്റെ ആ എല്ലാ പ്രവൃത്തികളും ഒരുമിച്ചടങ്ങിയിരിക്കുന്ന ഒരു മഹത്വ തേജസ്സിനെയാണ് ഇവിടെ മഹത്വം എന്ന് They പറയുന്നത്. saw a little bit of that in the Mount of Transfiguration. ആമേൻ. അവിടെ ആ മറുരൂപ മലയിൽ കുറച്ചു മാത്രമേ അവിടെ കണ്ടുള്ളൂ.
കണ്ടുള്ളൂ. So what am I trying to tell here? എന്താണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്? Jesus said, I am going to be glorified. ആമേൻ, ഞാൻ മഹത്വീകരിക്കപ്പെടുവാൻ പോവുകയാണ്. Where that glory is coming is when he is on the cross, he is saying that I am going to be glorified. ആമേൻ, ഞാൻ ക്രൂശിലായിരുന്നപ്പോഴാണ് ഞാൻ മഹത്വീകരിക്കപ്പെടാൻ പോകുന്നതെന്ന് യേശുക്രിസ്തു വിളിച്ചു So പറഞ്ഞു. there is a glory on the cross. ആമേൻ, ആ ക്രൂശിന്റെ മുകളിൽ ഒരു മഹത്വം The അടങ്ങിയിരിക്കുന്നു. world cannot see that glory on the ആ cross. ക്രൂശിന്റെ അകത്തെ മഹത്വം ഈ ലോകത്തിന് കാണുവാൻ കഴിയത്തില്ല. To the world, the cross is a shameful thing. ആമേൻ, ഈ ലോകത്തിന് ആ ക്രൂശ് എന്ന് പറയുന്ന അപമാനമായി To മാറുമ്പോൾ the sinners, that is a shameful thing. പാപികളായിരിക്കുന്നവർക്ക് അതൊരു ലജ്ജാകരമായി മാറുമ്പോൾ, But Jesus is saying that is where the culmination of the glory. അവൻ അവിടെയാണ് യഥാർത്ഥമായ മഹത്വം വരുന്നതെന്ന് യേശുക്രിസ്തു പറയുന്നു. Oh, that is, if we study about it, we will know the glory of God in cross. ആഴമായി പഠിക്കുമ്പോൾ എന്താണ് ആ മഹത്വം എന്ന് യഥാർത്ഥമായി തിരിച്ചറിയാൻ The കഴിയും. righteousness and the mercy of God come together in ഓ, cross. ദൈവത്തിന്റെ നീതീകരണവും ദൈവത്തിന്റെ നീതീകരണം അവിടേക്ക് കടന്നു The വരുന്നു. justice and grace is coming together. അവൻ കൃപയും ആ നീതിയും അവിടേക്ക് കടന്നു The വരുന്നു. sovereignty and humility come together. പരമാധികാരവും താഴ്മയും അവിടേക്ക് കടന്നു വരുന്നു. The wisdom and patience come together. ജ്ഞാനവും ക്ഷമയും അവിടേക്ക് കടന്നു വരുന്നു. That is where the glory of cross. അതാണ് ക്രിസ്തുവിന്റെ ഗ്ലോറി മഹത്വം എന്ന് പറയുന്നത്. Jesus said, I will be glorified on the cross. ഞാൻ ക്രൂശിൽ ഞാൻ മഹത്വീകരിക്കപ്പെടുമെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ, In the Old Testament, when the glory came on the Mount Sinai, ആമേൻ, പഴയ നിയമത്തിലെ സീനായി മലയുടെ മുകളിൽ തേജസ് ഇറങ്ങിയപ്പോൾ, Amen, said nobody should come closer to this glory. ആമേൻ, ഈ തേജസ്സിനകത്തേക്ക് ആരും അടുത്തു വരരുത്. ആ മലയുടെ Nobody should touch her. ആരും ഇതിനെ തൊടുക പോലും There ചെയ്യരുത്. was a boundary people can stay behind അവിടെ ഒരു പ്രത്യേകമായ അതിര്, ജനത്തിന് മാറി നിൽക്കാൻ ഒരു അതിര് നിർണയിച്ചു. because they cannot come to the glory. ആ തേജസ്സിനകത്തേക്ക് അവർക്ക് കടന്നു വരുവാൻ But കഴിയില്ല. there is a difference in this glory. എന്നാൽ അവിടുത്തെ തേജസ് ഇവിടുത്തെ തേജസ് This opening a new way. ഒരു പുതിയ വഴി നിങ്ങളുടെ മുമ്പാകെ തുറക്കുക. And he said, today you will be with me in paradise. ഇന്ന് എന്റെ പരദേശത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. You are not at a distance, you will be with me. നീ ദൂരത്തല്ല, ഇന്ന് നീ എന്നോടൊപ്പം പരദേശത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. Not only for the thief, that is what he declared to every one of us ഒരു കള്ളന് here. വേണ്ടി മാത്രമല്ല, ഇത് കേൾക്കുന്ന ഏവർക്കും അത് തുറന്നു കൊടുത്തിരിക്കുന്നു. If that doesn't excite your heart, I don't know what will excite ഈ you. പറയുന്ന ദൂത് നിങ്ങളെ ഉത്സാഹിപ്പിച്ചാൽ പിന്നെ ഏത് ദൂതാണ് നിങ്ങളെ സ്തുതിക്കുമ്പോൾ? Amen. The cross, the glories come nearer to me. ആമേൻ, ആ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ക്രൂശ് നമ്മളിലേക്ക് അടുത്തു വരുന്നത്. Amen. That is a shame for others. ആമേൻ, മറ്റുള്ളവർക്ക് അപമാനം എന്ന് തോന്നിയപ്പോൾ, But there was a glory on the cross. ആമേൻ, എന്നാൽ ക്രൂശിന്മേൽ ഒരു മഹത്വം, അവിടെ ഒരു തേജസ് അടങ്ങിയിരിക്കുന്നു. Hallelujah. Praise the Lord. If we want to understand the true glory of God, we need to study cross. ആമേൻ, യഥാർത്ഥമായി ദൈവത്തിന്റെ മഹത്വത്തെ അറിയണമെങ്കിൽ യഥാർത്ഥമായി ക്രൂശിനെ ആഴമായി പഠിച്ചേ If മതിയാവൂ. one we say, Lord, take me transform me to the image of Christ, but let me tell you, unless we have a deep knowledge about the cross of Calvary, we will not be able to have a full transformation. യഥാർത്ഥമായി ദൈവത്തിന്റെ ക്രൂശിനെ പറ്റി പഠിക്കാതെ നമുക്ക് അതിന്റെ ആ ക്രൂശിന്റെ അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ ഭാവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് When കഴിയത്തില്ല. we know the full meaning of the cross, that's where the worship will fuel from inside, and that will come out, and no pressure, no compulsion. The worship will be spontaneous, and it will be given to God because we know the meaning of cross. അവർ ക്രൂശിന്റെ അനുഭവം, ക്രൂശിനെ പറ്റി യഥാർത്ഥമായി പഠിക്കുമ്പോഴേ ഉള്ളിൽ നിന്ന് ആരാധന വരത്തുള്ളൂ, ഉള്ളിൽ നിന്ന് സ്തുതി വരത്തുള്ളൂ, ഉള്ളിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പരപ്രേരണ കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. Brother and sister, I have a warning for you this morning. ഒരു മുന്നറിയിപ്പ് ഇന്ന് പ്രഭാതത്തിൽ സഹോദര സഹോദരി, I am inspired by the Holy Spirit of God to tell you this morning. പരിശുദ്ധാത്മാവാൽ ഞാൻ നിങ്ങളോട് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നത്, The very heart God gave you. നിങ്ങൾക്ക് തന്നിരിക്കുന്ന യഥാർത്ഥമായ ഒരു ഹൃദയം, Amen. That is for our life. അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടിയാ. But that very heart is the place that needs to be filled with the cross. ആ ഹൃദയത്തിനകത്ത് ക്രിസ്തു എന്ന ക്രൂശിൽ നിന്ന് നിറച്ചിരിക്കണമെന്ന് പറയുന്നു. That place has been taken by junk in your heart. ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ The carnality in your heart. ഇന്ന് പ്രഭാതത്തിൽ ജഡീകം അതിനെ പിടിച്ചടക്കിയിരിക്കുന്നു. Amen. പറയട്ടെ, That heart, instead of loving the Lord Jesus Christ, there is many other substance that is not pleased by God. യേശു ക്രിസ്തുവിനെ Whether യഥാർത്ഥമായി you like it or not, I am inspired to tell that. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് Amen. ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ,
ദൈവം തന്നിരിക്കുന്ന പുതിയൊരു ഹൃദയം, അത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമായി, ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരമായിട്ട് ഈ ലോകത്തിന്റെ ജഡീകത അതിനകത്ത് അടങ്ങിയിരിക്കുന്നു, അതിനെ കീഴടക്കിയിരിക്കുന്നു. വിളിച്ചു പറയുന്നു, if this morning, if the Holy Spirit is speaking to you, your heart, instead of appreciating the cross and being amazed by the cross, if you cannot say that, I cherish the old rugged cross where I will share the glory with him. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരമായിട്ട്, മഹത്വത്തെ തിരിച്ചറിഞ്ഞ് സ്തുതിക്കുന്നതിന് പകരമായിട്ട് ദൈവത്തിന് മൗനമായിരിക്കുന്നു എന്ന് വിളിച്ചു പറയട്ടെ. How many days in the past week, amen, this heart was filled with junk. എത്ര നാൾ, എത്ര ദിനങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ജഡിക, how many times we appreciated the cross of Calvary from this heart. ആ ക്രൂസിന്റെ, കാൽവരിയുടെ ക്രൂസ് എത്ര പ്രാവശ്യം നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ടുണ്ട്. We talked about so many other nonsense. ഈ ലോകത്തിന് വേണ്ടാത്ത ചില പല കാര്യങ്ങളും നിങ്ങളുടെ നാവിൽ വിളിച്ചു how പറഞ്ഞില്ലേ? many hours? ആമേൻ. എത്ര മണിക്കൂർ പാഴാക്കി കളഞ്ഞു നിങ്ങൾ. But what happened to the cross of Calvary? എന്നാ കാൽവരിയുടെ ക്രൂസിനെ എത്രമാത്രം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? Oh, that's where we need to find the glory. അവിടെയാണ് ദൈവത്തിന്റെ യഥാർത്ഥ മഹത്വം, തേജസ് That's തിരിച്ചറിയുന്നത്. where we need to embrace the rugged cross. അവിടെയാണ് ദൈവത്തിന്റെ ക്രൂസിനെ യഥാർത്ഥമായി ആലിംഗനം ചെയ്ത് മുന്നോട്ട് I am not here to offend anybody, but the Holy Spirit is offending you. That is with a specific purpose. Today is the day that this heart, amen, give it to the Lord. ആമേൻ. ഇവിടെ ആരെ നിശ്ചിതമായി വിമർശിക്കുവാനല്ല, ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന, എന്റെ ദൂത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് ദൈവപ്രഭാതത്തിൽ ആ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനാണ് വിളിച്ചു പറയുന്നത്. Hallelujah. God gave that heart to us. ദൈവമാണ് നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയത്തെ തന്നത്. God gave that heart to us. എനിക്ക് നിങ്ങൾക്ക് തന്നത് ദൈവം. Every day we breathing, living because of that heart. ഞാനും നിങ്ങളും ഇന്ന് ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ്. But we cannot keep anything in our heart other than the cross of Calvary. ആമേൻ. ക്രൂശ് അല്ലാതെ മറ്റൊന്നും ആ ഹൃദയത്തിനകത്ത് നിറയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. Praise God. That's why Apostle Paul said, 1 Corinthians 2:22, he said, Pastor, he said, I resolve to know nothing but Jesus Christ crucified. Hallelujah. അതുകൊണ്ടാണ് 1 Corinthians 2:22 പറഞ്ഞത്, ക്രിസ്തു അല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്ന് അപ്പോസ്തലൻ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത്. Most brilliant scholar, he gave all these epistles, he knew everything. How can he say that I don't want to know anything other than Jesus Christ crucified? ആമേൻ. ക്രിസ്തുവിന്റെ ക്രൂശീകരണം അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട, മറ്റൊന്നും എനിക്ക്. So that means he is saying that my life I want to center around the cross of Christ. എന്റെ ജീവിതമെന്ന് ക്രിസ്തുവിനെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കണമെന്ന് വചനത്തിൽ പാണ്ഡിത്യമുള്ള അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നെങ്കിൽ, that's what we need these days. അതേ ഒരു സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കും പ്രഭാതത്തിൽ വേണ്ടത്. Before we go to anything else, that's where we surrender and say, Lord, amen, I need my heart full of the cross. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ മറ്റേത് കാര്യത്തിൽ കടന്ന് മടങ്ങി പോകുമ്പോൾ മറ്റേത് കാര്യത്തിനെക്കാട്ടിലും ആ ക്രിസ്തുവിന്റെ ക്രൂശ് എന്നിൽ നിറയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മടങ്ങിപ്പോട്ട്. The cross is the message. The cross, amen, guides me. The cross is my method. The cross, amen, everything is the cross. ആ ക്രൂശിന്റെ വചനമാണ്, ആ ക്രൂശാണ് എന്റെ മുമ്പോട്ടുള്ള പാത എന്ന് പറയുന്നത്. എന്നെ മുമ്പോട്ട് നയിക്കുന്നത് ക്രൂശ് എന്ന് വിളിച്ചു പറയട്ടെ. Okay, let me move on to the third thing. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ മുമ്പോട്ട് പോകട്ടെ. Verse 34. 34 വാക്യം ഇങ്ങനെ വിളിച്ചു He പറയുന്നു. talked about the glorification. He talked about, amen, where he is going, and then he said, I am giving you, because of this, I am giving you a new commandment. മൗഢ്യീകരണത്തെ പറ്റിയും കടന്നു വന്ന് മൂന്നാമതായി പറയുന്നു, ഞാൻ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് പറയുന്നു. Okay, he's not he is giving a commandment. That means he is acting as a commander there. അവിടെ ഒരു ആജ്ഞ തരുന്ന ഒരുവനെ പോലെ ഒരു പുതിയ നിയമമാണ്, അവിടെ ഒരു കൽപ്പന അവിടെ തരുന്നു. So a command means that that's not an option. There is no if and buts there. It is something to be followed. അവൻ ഒരു കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൽപ്പനയാണ്. അതിനകത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അത് പിന്തുടർന്ന് മതിയാകും, അത് പാലിച്ചേ മതിയാകൂ. So when I meditated this one, I said, what is actually the power of the commander? എന്നാൽ ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ എന്നാൽ യഥാർത്ഥമായി ഈ കൽപ്പനയുടെ gravity, the power of the commander. I googled and said, how many people in United States in the military has been court-martialed because they disobeyed the commander?
ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കോടതിയെ ലക്ഷ്യം അല്ലെങ്കിൽ കമാൻഡറിനെ വയലേറ്റ് ചെയ്തതിന് എത്ര പേര് കോടതിയെ ലക്ഷ്യത്തിന് തുറങ്കിലായിട്ട് Let me explain that. When between the Army, Navy, and Air Force, there are commanders, and how many people were punished for not obeying the commander? കമാൻഡറിനെ ഒബേ ചെയ്യാതെ അനുസരിക്കാത്ത എത്ര പേരാണ് അവർക്ക് കോർട്ട് മാർഷൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് അവരെ മാറ്റപ്പെട്ടത്? Average 1,000 people every year is been either terminated from service or put in jail or severe punishment because they disobeyed their commander. കമാൻഡറിനെ അനുസരിക്കാത്തത് കൊണ്ട് ഏകദേശം 1000-ലധികം പേരാണ് ഒരു പക്ഷേ അവരുടെ സർവീസിൽ നിന്ന് നീക്കിക്കളഞ്ഞത്, അല്ലെങ്കിൽ അവരെ ജയിലിൽ ഇട്ടത്, അങ്ങനെ പലവിധമായ പണിഷ്മെന്റിൽ കൂടി കടന്നുപോയത്. Okay, now let's cut to the chase here. That it says that Jesus said, I give you a new commandment. ഞാൻ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. And what is the standard of the what is the commandment? എന്താണ് കൽപ്പന എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Is that I am giving you a new commandment that you ought to love each other or one another. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. I think I am okay there. അത് ഒരു പക്ഷെ അത് വായിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നു. I love everybody. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. But then the next verse was really a trouble for me. എന്നാൽ അടുത്ത ഭാഗം വായിക്കുമ്പോഴാണ് എന്നെ ഒന്ന് അലട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. Because he put a standard, a measure there. അവിടെ ഒരു മാനദണ്ഡം അവിടേക്ക് ക്രിസ്തു കാണിക്കുന്നുണ്ട്. He said, you love one another as I loved you. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. When I came to this portion, I stopped right there. ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ അവിടെ താൽക്കാലികമായി not here. When I was meditating this word, I really had a very difficult time. I'm very honest with you. ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ ഒരു സമയത്തേക്ക് ഞാൻ നിശ്ചലമായി നിന്നു. ഞാൻ അവിടെ ഒന്ന് നിർത്തി. Because I knew that I am in violation of the commandment. ഞാൻ പലപ്പോഴും ഈ പുതിയ കൽപ്പനയെ പലപ്പോഴും ഞാൻ അവഗണിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. Because I cannot stand here and say that I love one another as Jesus loved. ഞാൻ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചു എന്ന് എനിക്ക് യഥാർത്ഥമായി 100% പക്വതയോടെ പറയാം. If I say that, it will be a lie. ഞാനത് പറയുവാണെങ്കിൽ അതൊരു പക്ഷെ കള്ളമായി ഭവിക്കും. So if I am in that violation, do I get away with it easily? In other words, what it bothered me is this. I also pray at the end of the day, Lord, if I did say anything or if I did anything, if anything that was not pleasing me, I sometimes in half sleep, I say that, if anything is a problem, anything is a Lord, you just forgive me, I will do the same thing tomorrow. I don't say that one, but that's pretty much the meaning of it. പലപ്പോഴും ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ എന്തെങ്കിലും അറിവൂടാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ ഞാൻ I am not criticizing anybody here. I'm just talking to me that I don't think many a time in my repentance, my asking Lord that one really even meant the true contrition. യഥാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വിധത്തിൽ എൻ്റെ തകർന്ന ഒരു ഹൃദയത്തോട് ഞാൻ ദൈവത്തോട് ഞാൻ ചെയ്തു പോയത് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് അങ്ങനെയാണ് പറഞ്ഞതെന്ന് മോസ്റ്റ് ഓഫ് ദി ടൈം എനിക്ക് തോന്നുന്നില്ല. I don't feel that's what it is. But then I am saying, how is that I can get away with this commandment that I am in violation? Commandment says you ought to love one another as I loved you. There is no definition needed any further. അതിനപ്പുറം കൽപ്പന പറയുന്നത് ഞാൻ നിങ്ങളെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഡെഫിനിഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. So if I am in that violation, how can I come to the
table with that? അമ്മ ഞാൻ ആ കൽപ്പനയെ അവഗണിച്ചുകൊണ്ടെങ്കിൽ എങ്ങനെ ഞാൻ ഈ തിരുമേശയിലേക്ക് കടന്നു വരുവാൻ കഴിയും? What is the love? I mean, I don't think anybody in this church I need to preach the love of Christ. അമ്മ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി ഞാൻ ഇവിടെ ആയിരിക്കുന്നവരോട് സംസാരിക്കണം എനിക്ക് തോന്നുന്നില്ല. You all can write a thesis about the love of Christ. വലിയ പ്രബന്ധം തന്നെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നവർക്ക് ഒരു പക്ഷേ എഴുതുവാൻ കഴിയുമായിരിക്കും. But the question is, do we love one another as Jesus loved? ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് അന്യോന്യം സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. When Jesus loved somebody else, he wasn't looking at the status of the person. He was looking whether he is going to be bigger or greater. There is no jealousy, no competition. You one another means just like Jesus loved. അവൻ ക്രിസ്തു സ്നേഹിച്ചത് മറ്റുള്ളവന്റെ കളറോ അവന്റെ മാന്യതയോ അവന്റെ ജോലിയോ അവന്റെ മഹത്വം ഒന്നും കണ്ടിട്ടല്ല. അവൻ യഥാർത്ഥമായിട്ടാണ് അടുത്തുള്ളവനെ സ്നേഹിച്ചത്. Chapter 13, he went to the disciples and he washed their feet. 13-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ശിഷ്യന്മാരുടെ മുമ്പാകെ പോയി അവരുടെ മുമ്പിൽ നിന്ന് അവരുടെ കാലുകളെ കഴുകുന്ന ശുശ്രൂഷ നാം കാണുന്നുണ്ട്. So he put aside all the position and he became a servant over there. അവിടെ ആയിരിക്കുന്ന തന്റെ മാന്യതകൾ തന്റെ ബഹുമാനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു ശുശ്രൂഷക്കാരനെ പോലെ അവരുടെ മുമ്പിലേക്ക് അടുത്തു ചെല്ലുന്ന ക്രിസ്തു. And he is saying, love one another as I loved. ആമേൻ. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ക്രിസ്തു വിളിച്ചു പറയുന്നു. Did he keep any reservation with anybody? Did he really put anybody away? I mean, think about it. That's why I said it troubled me, because if I need to be honest about that one, then we need to really, I fell at the feet of Christ and said, Lord, this is not just a casual pleading. I am pleading for my life. Said, Lord, I'm not worthy. Help me here. ഞാൻ ഒരു സാധാരണ അപേക്ഷയെ പോലെയല്ല, യഥാർത്ഥമായി ദൈവമേ ഇതെന്റെ നിത്യതയെ ഭവിക്കുന്നതായതുകൊണ്ട് യഥാർത്ഥമായി എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ക്രിസ്തുവിനോട് യഥാർത്ഥമായി നിലവിളിക്കുന്നു. Jesus said, this is a commandment. You need to love one another. The reason is that, so the question is, why that is a new commandment? ഇവിടെ അന്യോന്യം സ്നേഹിക്കണമെന്ന് യേശു ക്രിസ്തു പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു പുതിയ കൽപ്പനയായിട്ട് ക്രിസ്തു അവിടെ കൊണ്ടുവന്നത്? In the Old Testament we see that you need to love your neighbor as yourself. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഴയ നിയമത്തിൽ വിളിച്ചു പറയുന്നില്ലേ? The love of God is not something new. ആമേൻ. ദൈവത്തിന്റെ സ്നേഹമൊന്നും ഒരു പുതുതായിട്ട് ഇവിടെ കാണുന്നതല്ല. And to love others wasn't anything new. മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള ഒരു പുതുതായിട്ടുള്ള ഒരു കൽപ്പനയെ കാണുന്നില്ല. But now it became new because there is a new standard here. ആമേൻ. പുതിയൊരു മാനദണ്ഡം ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടാണ് പുതിയൊരു കൽപ്പനയായിട്ട് ഇവിടെ പറയുന്നത്. Because I myself, Jesus said, I'm the standard. ആമേൻ. ഞാൻ തന്നെയാണ് യഥാർത്ഥ മാനദണ്ഡം എന്ന് യേശു. This standard was not revealed to the Old Testament people. പഴയ നിയമകാലത്തിൽ പഴയ നിയമ പുരോഹിത ആൾക്കാർക്ക് ഇത് റിവീൽ ചെയ്തില്ലായിരുന്നു. And now you have a new standard, a new measure, new pattern. ആമേൻ. നിങ്ങൾക്ക് പുതിയൊരു പ്രക്രിയയുണ്ട്, പുതിയൊരു മാനദണ്ഡമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നത്. You cannot compare with anything else. മറ്റുള്ളതുമായിട്ട് നിങ്ങൾക്ക് സാമ്യപ്പെടുത്താൻ കഴിയത്തില്ല. You compare with me. എന്നുമായിട്ടൊന്ന് താരതമ്യം ചെയ്തേ. And then you need one another. അങ്ങനെയാണ് അന്യോന്യം കൂടേണ്ടത്. Jesus said, I am leaving, but I am going to be doing something new in this world. ഞാൻ ഇവിടേക്ക് ഇവിടെ നിന്ന് പോകുന്നു, എന്നാൽ ഈ ലോകത്തിന് വേണ്ടി ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. A new community that not existed before. A community that driven by my love, that loving one another. That is called a church. ഇതുവരെ ഉത്ഭവിക്കാത്തത് പുതിയൊരു സമൂഹം, എന്നിൽ നിന്ന് ഉടലെടുക്കുന്ന സ്നേഹം, അതൊരു സഭയായി ഞാൻ ഇവിടെ പുതിയ നിയമസഭയായി ഞാൻ ഇവിടെ എടുക്കാൻ പോവുകയാണ്. So what is the definition of the church? എന്താണ് സഭ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്? One another. അന്യോന്യം. One another. അന്യോന്യം. Love one another. അന്യോന്യം സ്നേഹിക്കണം. That is the new community that I am looking for. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അത് ഒരു പുതിയ സമൂഹം അതാണെന്ന് ഞാൻ പറയട്ടെ. Because there was no such community existed before. അങ്ങനെയുള്ള ഒരു സമൂഹം ഇതുവരെ ഉണ്ടായിരുന്നില്ല. Jesus said, I am going to be creating a community that love one another. And then, man,
That is the new commandment. അവൻ അന്യോന്യം സ്നേഹിക്കുന്ന ഒരു പുതിയ സമൂഹത്തെ ഞാൻ ഇവിടെ വാർത്തെടുക്കാൻ പോവുകയാണ്. അതിൽ കൂടെയാണ് അതൊരു പുതിയ കൽപ്പനയായിട്ട് മാറുന്നത്. Peter, Matthew, amen, Philip, all of these people were following Jesus. ആമേൻ. മത്തായി, പത്രോസ് എല്ലാവരും യേശുക്രിസ്തുവിനെ പിന്തുടരുന്നു. The Jewish community look at them and they call them disciples. ആമേൻ. യഹൂദ പുരുഷന്മാർ നോക്കിയിട്ട് അവരെ ശിഷ്യഗണമെന്ന് പറയുന്നു. Because they are walking with Jesus. യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുന്നത് കൊണ്ടാണ്. That's why they call him a followers of Christ. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അനുഗാമികൾ എന്ന് പറയുന്നത്. Because they know Jesus is going, but the people going, they are the disciples. ക്രിസ്തു പോകുന്നുണ്ട്, ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് പിന്തുടർന്നു പോകുന്നു, അതുകൊണ്ട് അവർ ശിഷ്യന്മാരെന്ന് പറയുന്നു. But what is the method now? എന്നാൽ അത് ഇപ്പോഴെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? Jesus is not with us. ഈ ക്രിസ്തു നമ്മളോടൊപ്പം ഇല്ലല്ലോ. So Jesus said the only way that people to know that you are my disciple is that when they see the one another love. ആമേൻ. അന്യോന്യം ഇപ്പോഴും സ്നേഹിക്കുമ്പോഴാണ് ഈ ലോകം നിങ്ങളെ നോക്കുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ അനുഗാമികളെന്ന് അവർ തിരിച്ചറിയുന്നതെന്ന് പറയുന്നു. So why the world is not calling us true disciples? Because they don't see the one another love in us. ആമേൻ. എന്നിലും നിങ്ങളിലും യഥാർത്ഥമായ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഈ ലോകം നിങ്ങളെ യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായികളെന്ന് വിളിച്ചു പറയാത്തത്. Yeah, they don't have much of a respect for us anymore. ആമേൻ. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ അനുയായികളെ ആ ഒരു ബഹുമാനത്തോടെ അല്ലല്ലോ കാണുന്നത്. Because they might say that we are church going people, but many of them don't see the following that one another love of Christ. നാമധേയ ക്രിസ്ത്യാനികളായി നാം പലരെയും കാണുന്നുണ്ടെന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞതുപോലെ അന്യോന്യം സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളെ നാം കാണുന്നില്ല. Let me conclude here. ആമേൻ. ഞാൻ ഇവിടെ വീണ്ടും ഉപസംഹരിക്കട്ടെ. What was Jesus said, you cannot come where I am going. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല എന്ന് ക്രിസ്തു പറയുന്നു. Because Jesus was not asking any one of us to take the cross. ആ ക്രൂശ് എടുക്കും, നമ്മൾ ഓരോരുത്തരുടെ ക്രൂശ് എടുക്കുവാനല്ല ക്രിസ്തു പറയുന്നത്. If he had asked us, if you want to follow me, you all will have to take the cross that I took. അവൻ നിങ്ങൾക്ക് എന്നെ പിന്തുടരണമെങ്കിൽ ഞാൻ എടുത്ത ക്രൂശ് തന്നെ നിങ്ങളും എടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ what would be our situation? എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യം മുമ്പോട്ട് പോകുന്നത്? But he didn't demand that from us. അങ്ങനെയുള്ള ഒരു ആവശ്യമല്ല ക്രിസ്തു നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. But he said, you cannot do that one, but I am going to ask you one thing. ആമേൻ. നിങ്ങൾക്ക് അതെടുക്കാൻ കഴിയത്തില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. I'm going to ask you something you can do. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. Can you love one another as I loved you? ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് അന്യോന്യം ഒന്ന് സ്നേഹിക്കുവാൻ കഴിയുമോ? Can we do that? ആമേൻ. അത് നമുക്ക് ചെയ്യാൻ കഴിയുമോ? Can we put aside everything else? നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി വെക്കട്ടെ. When the people come to the church, ആമേൻ. ഈ സഭയ്ക്കകത്തേക്ക് ജനങ്ങൾ കടന്നു വരുമ്പോൾ let the people know there is a tremendous love. ആമേൻ. ഇവിടെ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെന്ന് കടന്നു വരുന്ന ജനമൊന്ന് തിരിച്ചറിയട്ടെ. Let them know that the unity and the love of Christ is driven in the people. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ഐക്യത ഈ ഇതിനകത്തുള്ള ജനത്തിനകത്തുണ്ടെന്നൊന്ന് തിരിച്ചറിയട്ടെ. Jesus did not teach them to be good speakers. നല്ല പ്രാസംഗികനാകാനല്ല ക്രിസ്തു അവരെ പഠിപ്പിച്ചത്. Jesus didn't teach any of those things. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്രിസ്തു അവരെ പഠിപ്പിച്ചില്ല. Jesus taught them, just love others the way I did love you. ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിച്ചു അതുപോലെ തന്നെ അന്യോന്യം സ്നേഹിക്കണമെന്ന് മാത്രമാണ് അവിടെ ക്രിസ്തു അവരോട് പറഞ്ഞത്. That's what this morning I want to, and the Holy Spirit want to ask us. അത് മാത്രമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിയോഗപ്രകാരം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിച്ചത്.